കടന്നപ്പള്ളി കണ്ണൂർ കോട്ട കാക്കവോ പിഴക്കമറന്ന കെ സുധാകരന്റെ കരുത്ത് ടി.ഒ. മോഹനന്റെ മണ്ഡലത്തിലെ അമരത്ത് എത്തിക്കുമോ? സി രഘുനാഥ് എന്ന കണ്ണൂരുകാരനിലൂടെ ബി.ജെ.പി. മാനം കാക്കുമോ? പോരാട്ട ചൂട് നിറഞ്ഞ കണ്ണൂരിൽ ജനം ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതാണ്. പതിവ് ശൈലിയിൽ ഖദർ വേഷധാരിയായി നിറചിരിയോടെയാണ് കടന്നപ്പള്ളി കണ്ണൂരിലെ ഓരോ മേഖലകളിലും എത്തുന്നത്. ആളുകളെല്ലാം ചിരപരിചിതർ. വോട്ട് ചോദ്യമില്ല, പരിചയപുതുക്കൽ മാത്രം. കഴിഞ്ഞ 2 തവണ ജയിച്ചപ്പോഴും 2000-ൽ താഴെ മാത്രമായിരുന്നു ഭൂരിപക്ഷമെങ്കിലും LDF വിശ്വസിച്ചേൽപ്പിച്ച കോട്ട കാക്കുമെന്ന് തന്നെയാണ് ഉത്തമ വിശ്വാസം. ഇടതുപക്ഷ ജനാധിപത്യം ജയിക്കാത്തതായിരുന്നു കണ്ണൂർ. ബഹുമാനപ്പെട്ട പിണറായി സഖാവ് പറഞ്ഞു, പാർട്ടി സെക്രട്ടറിയാണ് കടന്നപ്പള്ളി. ഞാൻ പറഞ്ഞു സഖാവ് പറഞ്ഞാൽ എവിടെയായാലും മത്സരിക്കാം. അങ്ങനെയാണ് 46 വർഷത്തിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി ഞാൻ ജയിക്കുന്നത്. കണ്ണൂരിൽ അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം മാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ആസ്ഥാന കേന്ദ്രമാക്കി മാറ്റാൻ കഴിഞ്ഞു തെരഞ്ഞെടുപ്പുകളിലൂടെ എന്നതാണ് ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭാഗമായിട്ടുള്ളത്. പിണക്കം മറന്ന് സജീവമായ സുധാകരനിലാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. സുധാകരന്റെ അടുപ്പക്കാരൻ എന്ന ലേബലിനൊപ്പം നഗരസഭാ ചെയർമാൻ ആയിരുന്നതിന്റെ കരുത്തും ടി.ഒ. മോഹനൊപ്പമുണ്ട്. ആരും അപരിചിതരല്ല. പ്രസംഗിച്ചും പറഞ്ഞും അങ്ങനെ രംഗമുഷാറാക്കുന്നു. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ജനങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലുള്ള ഒരു അനുഭവമാണ്. നോമിനേഷൻ കൊടുത്ത് അവരുടെ മുമ്പിലേക്ക് പോകുമ്പോൾ ഇതാ നമ്മുടെ ആൾ എത്തിയിരിക്കുന്നു എന്നൊരു പ്രതീതി അവിടെയൊക്കെ പെരുമാറ്റത്തിലുണ്ട്, അവിടെ കമൻറ്റിലുണ്ട്. വളരെ സന്തോഷകരമായ പ്രതികരണമാണ്. അത് ഏറ്റവും കൂടുതൽ ആവേശം നൽകുന്നതും ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം തോന്നിക്കുന്നതുമായ പ്രതികരണമാണ് ഇതുവരെ അനുഭവപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണ്ണൂർ മണ്ഡലത്തിലെ 1,00,000 വോട്ട് നേട്ടവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റവും കരുത്താകുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. ചിരപരിചിതനായ സി രഘുനാഥ് മണ്ഡലത്തിൽ നിറസാന്നിധ്യം. ശബരിമല വിഷയം പറയുന്നില്ല എന്ന ആരോപണമുള്ളപ്പോഴും വികസനമാണ്, മാറ്റമാണ് ലക്ഷ്യമെന്ന് രഘുനാഥ് പറയുന്നു. കണ്ണൂരിൽ കുറേയും കൂടെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സ്ഥലമാണ്. മറ്റു വികസന വിഷയങ്ങളുണ്ട്. കണ്ണൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് 2 സ്ഥാനാർത്ഥികളും നേരത്തെ ഇവിടെ ഉള്ളവരും ഭരണരംഗത്തുള്ളവരും അവരുടേതായ കെടുകാര്യസ്ഥത, അവരുടേതായ അഴിമതികളൊക്കെ കണ്ണൂരിലെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 2 പേരും അധികാരത്തിന്റെ ഭാഗമായി നിന്നവരാണ്. കണ്ണൂർ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു പുച്ഛത്തോടു കൂടി സംസാരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് മാറ്റാൻ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനനുസരിച്ച രീതിയിലുള്ള പ്രവർത്തനമുണ്ട്. വിജയത്തിൽ കുറഞ്ഞത് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസിനോടും വേണമെങ്കിൽ തോളോട് തോൾ ചേരാവുന്ന മണ്ഡലം. കടന്നപ്പള്ളിയെ പലപ്പോഴും കാത്ത മണ്ഡലം. കണ്ണൂരിന്റെ രാഷ്ട്രീയ കരുത്ത് പലതാണ്. സുമേഷ് മൊറാഴയ്ക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.